സോ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS ഓൺലൈൻ സിവിൽ സർവീസസ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് റെഫറൻസസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മോഡേൺ ഇന്ത്യയിൽ തന്നെ വരുന്ന ഒരു ഏരിയ ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അതിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ അതിൽ എന്താണ് UPSC പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പേരിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന ചരിത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ. ഇവിടെ രണ്ട് വാക്കുകളുണ്ട് അല്ലേ. എന്താണ് ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് എന്താണ്? കൺസോളിഡേഷൻ എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? റീഓർഗനൈസേഷൻ. ഓക്കെ. സോ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഡേറ്റിന് വേറെ പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? ഈ നമ്മൾ ഇന്ത്യ, അതായത് നമ്മുടെ സ്വതന്ത്ര സമര നേതാക്കളെല്ലാം തന്നെ കണ്ടിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഭജിച്ച ഇന്ത്യയെ അല്ല, പകരം എന്താണ് ഒരു യുണൈറ്റഡ് ഇന്ത്യയാണ് നമ്മൾ എന്ത് ചെയ്തത് സ്വപ്നം കണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എ പാർട്ടീഷൻ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് 1947. ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാനായിട്ട് എന്ത് ചെയ്യുന്നു പാകിസ്ഥാൻ വേറൊരു രാജ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നു മാറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം 565ഓളം രാജഭരണ പ്രദേശങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ ആ കാലത്ത്. ഈ 565 രാജഭരണ പ്രദേശങ്ങളെയും ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന പ്രദേശങ്ങളെയും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒറ്റക്കെട്ടാക്കി നിർത്തി എന്ത് ചെയ്തു നമ്മൾ ഒരു രാഷ്ട്രമായി എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു നമ്മൾ കെട്ടിപ്പടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷിന്റെ പ്രവിശ്യകളാണ്. ആക്ച്വലി മദ്രാസ്, ബംഗാൾ, മഹാരാഷ്ട്ര റീജിയൻ അല്ലെങ്കിൽ ബോംബെ റീജിയൻ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷിന്റെ ഡയറക്റ്റ് കൺട്രോളിലാണ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളല്ലേ, പ്രവിശ്യകളാണ്. അപ്പോൾ അതും നാട്ടുരാജ്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നു ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു എൻറ്റയർ ഒരു ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൺസോളിഡേഷൻ, ഒരു രാജ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ബിൽഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. അതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുക. വേറിട്ട സംസ്കാരങ്ങൾ, വേറിട്ട ഭാഷകൾ, വേറിട്ട വസ്ത്രരീതി, വേറിട്ട ചിന്തകൾ, വേറിട്ട സംസ്കാരങ്ങൾ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഇന്ത്യയെ വൈവിധ്യത്തിൽ എന്ത് ചെയ്യുന്നു വളരെ റിച്ചാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ആ എന്താണ് ജ്ഞാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു നമ്മൾ അക്ഷരം പ്രതി എന്ത് ചെയ്യുന്നു ഈ കൺസോൾട്ടേഷനിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരൊറ്റ രാഷ്ട്രം, ഒരു വികാരം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമാക്കി എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രത്തെ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു, കൺസോൾഡേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ. ഈ രാജ്യം തുന്നിച്ചേർക്കുന്നു. സോ കൺസോളിഡേഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഹാപ്പൻസ് ഡ്യൂറിങ് 1947. ഓക്കെ. സോ അത് അപ്പം നടന്ന ചലഞ്ചസ്, അപ്പം നടന്ന ഇവന്റുകൾ, അതിൻ്റെ എന്തൊക്കെയാണ് ഡ്രോബാക്സ്, അവിടെ നടന്നിരുന്ന ഇഷ്യൂസ്, അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഏരിയയിൽ പഠിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി കുറേ അധികം സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആ കാലത്ത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ എന്താണ് റീഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു രൂപീകരണം നടന്നിരിക്കുന്നത്? പലതും അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന രൂപീകരണമാണ് അന്ന് നടന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു സംസ്ഥാന രൂപീകരണത്തിനായിട്ട് എന്ത് ചെയ്യുന്നു ഒരുപാട് വലിയ രീതിയിലുള്ള ഡിമാൻഡ്സ് എന്ത് ചെയ്യുന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ ഒരു റീഓർഗനൈസേഷൻ നടക്കുന്നു. സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു രൂപീകരിക്കപ്പെടുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ആദ്യത്തെ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് 1956 എന്ത് ചെയ്യുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അതിനുള്ള സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു പല സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു പുതിയതായിട്ട് പിറവികൊള്ളുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇതും റീഓർഗനൈസേഷനാണ്. അതിന് പല ചാലഞ്ചുകളുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ഈ സംസ്ഥാനങ്ങളെ അടുക്കി വെച്ചതിന് കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റിന് പല രീതിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് ചലഞ്ചുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണെന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. പിന്നീട് ഈ ഒരു ഏരിയയിൽ തന്നെ പിന്നീട് മാറി വന്ന പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഗ്രീൻ റവല്യൂഷൻ നമ്മൾ പഠിക്കും. ഗ്രീൻ റവല്യൂഷൻ, അതേപോലെ തന്നെ LPG റിഫോംസ്,
കുറേ തരം എക്കണോമിക്കൽ റെഫറൻസസ് ഉള്ള ടോപ്പിക്കുകൾ ഇതിൽ വരും. അതേപോലെ തന്നെ മാറി വന്ന പ്രധാനമന്ത്രിമാരെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ മൊറാർജി ദേശായി ആയിക്കോട്ടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇയേഴ്സ് ആയിക്കോട്ടെ, അതിനുശേഷം വന്ന കുറേ അധികം പ്രധാനമന്ത്രിമാർ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ടൈം എങ്ങനെയായിരുന്നു, അവരുടെ പീരീഡ് എങ്ങനെയായിരുന്നു, അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്ന എന്താണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന സിലബസിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു വരുന്നു. ഇത് ആദ്യ കാലങ്ങളിൽ ഇതിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളൊരു വെയിറ്റേജ് ആണ് ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നത് ഈ ഒരു ഏരിയക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും ഈ ഇടയ്ക്കായിട്ട് ഒരു 4-5 വർഷമായിട്ട് പ്രിലിംസിനും മെയിൻസിനും ഈ ഏരിയയിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു വെയിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് കൊടുക്കുന്നുണ്ട്, ഇതിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റീസെന്റ് ആയി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താണ്, ഈ സബ്ജക്ട് പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബേസിക് റെഫറൻസ് മെറ്റീരിയൽ വേണം അല്ലേ. നമ്മളിപ്പോൾ ഒരു വർഷമാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഒരു ബേസിക് റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യണം, വേണ്ടേ, പഠിക്കാനാണ്. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി നമ്മൾ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ബേസ് മെറ്റീരിയൽ ഉണ്ട്, അത് NCERT തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഇത് കൊടുത്ത പോലെ +2 ഒരു NCERT ഉണ്ട്, അതിന്റെ പേര് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് 12ാം ക്ലാസ്സിലുള്ള ഒരു NCERT CBSE NCERT ടെക്സ്റ്റ് ബുക്കാണ് സെൻട്രൽ ബോർഡിന്റെ. സോ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല മെയിൻസ് ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫ്രെയിം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു മെറ്റീരിയൽ ആണെന്ത് ഈ NCERT എന്ന് പറയുന്നത്. ഫോളോ ചെയ്തിരിക്കണം, ഇതിന് കൃത്യമായ നോട്ടുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ക്ലാസ്സിന് ശേഷം ഉണ്ടാക്കുക. ഇനി ശേഷം അടുത്തത് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇത് ജസ്റ്റ് 1 ടൈം റീഡർ ആണ്, മനസ്സിലായോ. അപ്പോൾ ഇത് ഏകദേശം ഒരു പില്ലോ സൈസിലാണ് എന്ത് ചെയ്യുന്നത് ഈ പുസ്തകം ഉള്ളത്. വളരെ വലിയ പുസ്തകമാണ്, വളരെ വിപുലമായിട്ടുള്ള പുസ്തകമാണ്. സ്വാതന്ത്ര്യശേഷം ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു. ഇതും ബിപിൻ ചന്ദ്രയാണ് എന്ത് ചെയ്യുന്നത് ഓഥർ എന്ന് പറയുന്നത്. മറ്റ് 2 ഓഥേഴ്സും ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു വിപുലമായ പുസ്തകമാണ്. അപ്പോൾ ഇത് വായിച്ച് തീർക്കുന്നതും പഠിക്കുന്നതും വളരെ എന്താണ് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടെഡിയസ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ കൺസൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ കൂടെ ഹാൻഡ് ഔട്ട്സ് എന്ത് ചെയ്യും അത് തരും. അത് മാത്രം കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. അത് ഇതിൻ്റെ നോട്ട്സ് തന്നെയാണ്. ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള കണ്ടന്റ് ഡെലിവറിയും പഠിക്കേണ്ട കാര്യങ്ങളും മാത്രം ഇതിനെ കൺസൈസ് ചെയ്ത് ഒരു 100 പേജസ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും ഷാഡോയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കുക. അതാണ് ഇവിടെ വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുക സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഓഫ് റെഫറൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുക ഈ NCERT എന്ത് ചെയ്യുക ബേസ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കണക്കാക്കുക. ഓക്കെ, സോ ഇത് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സിലബസും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയുടെ സിലബസും അതേപോലെ തന്നെ ബേസിക് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇനി അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റ് ടോപ്പിക്സിലേക്ക് എന്ത് ചെയ്യാം കടക്കാം. സോ താങ്ക് യു സോ മച്ച്.